ഒരു പാവയ്ക്കയും കുറച്ച് ചക്കക്കുരുവും കൂടെ എടുത്തിട്ടേ ഇന്നൊരു മെഴുക്കുവരട്ടിയാണ്. കുറച്ച് ചക്കക്കുരു ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാവയ്ക്കയുടെ പകുതി എടുത്തേക്കുന്നത്, ഒരു പാവയ്ക്കയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അത് താണ്ട് അതും ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. ആദ്യം ചക്കക്കുരുവും പച്ചമുളകും കരിവേപ്പിലയും കൂടെ വേവിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പ് വെച്ച് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചക്കക്കുരു ഇട്ട് കൊടുത്തു. കനം കുറച്ചിങ്ങനെ അരിയണം കേട്ടോ. പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. പാവയ്ക്ക ഇപ്പം ഇടരുത്. പാകത്തിന് വെള്ളം ഒഴിച്ചു. കുറച്ച് ഉപ്പും കൂടി ഇട്ടു. പാകത്തിന് ഉപ്പിട്ടു. ഇനി ഈ ചക്കക്കുരു ഒന്ന് വെന്തോട്ടെ, മൂടി വെച്ചേക്കാം. നമ്മുടെ ചക്കക്കുരു എന്തായെന്നൊന്ന് നോക്കാം. തീരെ കനം കുറച്ച് അരിഞ്ഞേക്കുന്നത് കൊണ്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഉണ്ടല്ലോ. ഈ സമയത്ത് നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക. ഇതിനൊരു ലേശം കയ്പ്പ് അധികം ആയതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തത്. നല്ല കയ്പ്പ് കുറഞ്ഞുള്ള പാവയ്ക്കയാണെങ്കിൽ ഒരെണ്ണം ചേർക്കാം കേട്ടോ. ഇനി ഇതും ഒന്ന് വെന്തോട്ടെ. നമ്മുടെ മെഴുക്ക് വരട്ടി ഒന്ന് നോക്കട്ടെ. നോക്കിയേ, പാവയ്ക്കയും പിന്നെ നമ്മുടെ ചക്കക്കുരും കൂടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു തനി നാടനൊരു സാധനമാണ് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അത് മാത്രമേ ഉള്ളൂ. കടുകും ഒന്നുമില്ല പരിപാടി കേട്ടോ. 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നു. 2 കറിവേപ്പിലയും കൂടെ ഇട്ടു. ഒന്ന് മൂടി വയ്ക്കാവേ. അതിന് ശേഷം ഇളക്കി എടുക്കാം. തുറന്നു നോക്കാം. കണ്ടോ, ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാവയ്ക്കയും ചക്കക്കുരുവും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.